ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ, ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ പട്ടികളെ എന്ന് ചോദിച്ച നമ്മുടെ നെവിൻ പോളി എന്ന് മാത്രം ചോദിച്ച ആളല്ല. പുള്ളി കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സൂപ്പർ സ്റ്റാറാണ്. സൂപ്പർ സ്റ്റാർ എന്ന് പറയാമോ എന്നറിയില്ല, പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ കുറച്ച് ഡിമ്മായിട്ടുണ്ട് അച്ഛൻ്റെ കാര്യങ്ങൾ. അത് പുള്ളി നാട്ടിലൊന്നും താമസിക്കില്ല. ഇറ്റ്സ് വെരി ഡേർട്ടി മാൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ദുബായിലാണ് താമസിക്കുന്നത്. ദുബായിൽ അറബ് രാജ്യമാണ്, അറബ് നാട്. എന്താണെങ്കിലും പുള്ളിക്കെതിരെ ഒരു ലൈംഗിക ആരോപണം. ഒരു മുറിയിൽ 3 ദിവസം മയക്കുമരുന്ന് കലർത്തിയ വെള്ളം മാത്രം കൊടുത്ത് യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു ആരോപണമാണ്. പുള്ളി 6ാമത്തെ പ്രതിയാന്ന് തോന്നുന്നു, 6ാം പ്രതിയാന്ന് തോന്നുന്നു. പക്ഷേ പോലീസുകാർ ആദ്യം പുള്ളിയെ വിളിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം പുള്ളി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു വെച്ച കാര്യമാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നതോടെ അത് പൊടി തട്ടിയെടുത്തു. ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണേലും പുള്ളി ഇന്നലെ വന്ന് ഭയങ്കര ധൈര്യമായിട്ട് നമ്മുടെ മീഡിയയൊക്കെ വിളിച്ച് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ എന്നുള്ള രീതിയിൽ പുള്ളി ഒരു പ്രസ് മീറ്റൊക്കെ നടത്തി. ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അത്, പ്രസ് മീറ്റ് നടത്തിയൊക്കെ. പക്ഷെ പ്രസ് മീറ്റിൽ പുള്ളി ഇങ്ങനെ എന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആളുടെ പേര് പറയാമോന്ന് അറിയില്ല, എനിക്ക് ഒരാളിനെ അറിയാം, എനിക്ക് ഒരാളിനെ അറിയുള്ളൂ, പുള്ളി ഒരു ഫൈനാൻഷ്യറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ക്ലിപ്പിങ്സ് വെക്കാം. ഇതിൻ്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്നൊരവസ്ഥയല്ല. എന്നോടൊരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് എനിക്ക് സംസാരിച്ച് ശീലമില്ല, അപ്പം അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാനും കെയർഫുള്ളായിരിക്കുകയാണ്, കാരണം അത് സൂക്ഷിക്കണം. അങ്ങനെ ഒരു പെൺകുട്ടീനെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവർ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു അലിഗേഷനാണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെയും പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ. പുള്ളി എന്ന് വേണേലും വന്ന് പറഞ്ഞു, ധൈര്യം കാണിച്ചു. പക്ഷെ ഒരുപാട് ആൾക്കാർ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്കെതിരെ പറയുന്നവർ കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ പുള്ളി ഉടനെ വന്നിട്ട് ഓപ്പണായിട്ട് എനിക്ക് ഈ കുട്ടീനെ അറിയില്ല, എനിക്ക് ഈ ആളാരാന്നറിയില്ല. പക്ഷെ ഇത് ഹേമ കമ്മിറ്റിക്ക് മുമ്പേ ഉള്ള ഒരു കംപ്ലൈൻ്റ് ആണെന്നും കൂടെ ഓർക്കണം. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല പുള്ളി പറയുന്ന സത്യമാണോ അതോ ഈ സ്ത്രീ പറയുന്ന സത്യമാണോ എന്നൊന്നും അറിയില്ല. ആസ് എ ഫാൻ നമുക്ക് വേണേൽ പറയാം പുള്ളി അങ്ങനെ കുറ്റമൊന്നും ചെയ്ത് കാണത്തില്ല എന്ന്. പക്ഷേ പുള്ളിയുടെ സംസാരത്തിൽ കുറച്ച് കുഴവഴാന്നൊക്കെ ഉണ്ട്. എന്താണേലും അതൊക്കെ നിങ്ങൾ കേട്ടല്ലോ, ആ ഡയലോഗ്സൊക്കെ നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു. പുള്ളി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി അകത്ത് തന്നെ പോകണം, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഭൂരിപക്ഷം കേരള ജനതയുടെ അഭിപ്രായം അതായിരിക്കും. നമ്മുടെ മലയാളീസ് ഒരിക്കലും കുറ്റക്കാരനെ സംരക്ഷിക്കാൻ പറയില്ല, അത് പ്രത്യേകിച്ച് പെണ്ണി കേസിൽ. വേറെ വല്ല കേസാണെങ്കിൽ പോട്ടെന്ന് വെക്കും, വല്ല കള്ളത്തരവോ വല്ല പിടിച്ചുപറിയും സമ്മതിക്കില്ല. ചെറിയ ചെറിയ കേസുകൾ, ഇപ്പോൾ പിക് പോക്കറ്റ്, പിന്നെ പണത്തട്ടിപ്പ്, പണം ഇങ്ങനെ കുറേ കാശ് ഇങ്ങനെ തട്ടിപ്പ് നടത്തി ചിട്ടി കമ്പനി നടത്തി, അങ്ങനത്തെ ആൾക്കാരെയൊക്കെ പോട്ടെന്ന് വെക്കും. പക്ഷെ ഇത് ഗോൾഡ് സ്മഗ്ലിങ്, ഇവരെയൊക്കെ പോട്ടെന്ന് വെക്കും. പക്ഷെ പെണ്ണി കേസ് നോ കോംപ്രമൈസ് ഇൻ കേരള മൈ ഫ്രണ്ട്. അങ്ങനെയാണ്. എന്താണേലും പുള്ളി പറയുന്ന കാര്യമാണ്. പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഈ ഫാമിലിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. നമുക്ക് ഫാമിലിയിലുള്ള ആൾക്കാർ തെറ്റിദ്ധരിച്ച് വല്ലതും കടുകയും ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞില്ല, എന്നാലും ഫാമിലിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ പുള്ളിയുടെ ഫാമിലി സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും പുള്ളിയുടെ ഫാമിലിയും പുള്ളിയും ഒക്കെ സ്ട്രോങ് ആയിട്ടിരിക്കട്ടെ. ഇത് ഈ കേസ് എവിടം വരെ വേണേൽ പുള്ളി പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തെളിയിക്കാൻ, ഇതിൽ പുള്ളി കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ പുള്ളി എവിടം വരെ വേണേൽ പോകുമെന്ന് പറയുന്നു. എവിടം വരെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോടതി വരെയല്ലേ പോകാൻ പറ്റുള്ളൂ. എന്നാണേലും FIR ഇട്ടിട്ടുണ്ട്. FIR ഇടാതിരുന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആദ്യം പോലീസുകാർ വിളിച്ചു, അത് ഒരു ഫേക്ക് കേസാന്ന് പറഞ്ഞു. പിന്നെ അതേ കേസിലാണ് ഇപ്പോൾ FIR ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർക്കണം. പുള്ളിയുടെ ഫാൻസുകാർ, ഒരുപാട് ഫാൻസ് ഉണ്ട് പുള്ളിക്ക്. അവര് ഇപ്പോൾ എൻ്റെ ഈ ഇങ്ങനത്തെ സംസാരം കേട്ട ദേഷ്യം വരും. പക്ഷേ ദേഷ്യം വരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ തെറ്റായിട്ടൊന്നും പറയുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് പുള്ളി കുറ്റക്കാരനാണെങ്കിൽ പുള്ളി അകത്ത് തന്നെ പോകും. പുള്ളി കുറ്റക്കാരനല്ലെങ്കിൽ പുള്ളി തെളിയിക്കട്ടെ, തെളിയിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കട്ടെ. എന്താ ആദ്യം വന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു, ദുബായിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തു, എന്നിട്ട് ദുബായിലേക്ക് വിളിച്ചു വരുത്തി എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നത്. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ ഇവര് ദുബായിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്. അവിടുന്ന് യൂറോപ്പിലേക്ക് പോകാനും US പോകാനുള്ള വിസയ്ക്ക് വേണ്ടി ആർക്കോ കാശ് കൊടുത്തു. അങ്ങനെ അത് തട്ടിപ്പായിരുന്നു. ആ വ്യക്തി പറഞ്ഞു, എന്നാ കുഴപ്പമില്ല മോളെ, നിനക്ക് സിനിമയിൽ ചാൻസ് വാങ്ങിച്ചു തരാം, US UK ഒക്കെ പോകുന്നതിനെക്കാട്ടിൽ എളുപ്പമാണ് എൻ്റെ ഒരു കാര്യത്തിൽ സിനിമയിൽ ചാൻസ് വാങ്ങിച്ചു തരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഒരാളുടെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നിവിൻ പോളിയെ പരിചയപ്പെട്ടതെന്നാണ്. നിവിൻ പോളിയെ ഇതിൽ എങ്ങനെ പരിചയപ്പെട്ടു എന്നൊന്നും നമുക്ക് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല. ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ട്. അവളെ വിളിച്ചു വരുത്തി, അവളെ അങ്ങനെ വേറെ വന്നു, മറ്റേ കാശുകാരൻ ഒരു ചങ്ങാതി ആണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങളുണ്ട്. എന്താണേലും അതൊക്കെ സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇത് ദുബായിൽ നടന്ന കാര്യമായതുകൊണ്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ദുബായിലെ നിയമം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ദുബായിൽ കേസ് കൊടുത്തൂടെ എന്ന്. ദുബായിൽ കേസ് കൊടുക്കുകയാണെങ്കിൽ ആ പെണ്ണിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ഫേക്ക് കേസ് ആണെങ്കിൽ, ഫേക്ക് കേസ് അല്ലെങ്കിലും തെളിവുകൾ ചോദിക്കും ദുബായിലെ പോലീസ്. ഇവിടുത്തെ പോലെ ഉടനെ മീഡിയയിൽ കൊടുത്തിട്ട് ഉടനെ ഇതാ പീഡിപ്പിച്ചു, ഇതാ പിടിച്ചു എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു രീതിയല്ല. ദുബായിൽ അത് അറബ് രാജ്യമാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശ്രീനിവാസൻ സാറും മറ്റേ ലാലേട്ടനും കൂടെ ഇത് അറബി നാടാ. അവിടുത്തെ സ്ത്രീ പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര കേസാണ്. പക്ഷെ ഹണി ട്രാപ്പ് ചെയ്തു കഴിഞ്ഞാൽ അതിലും ഭയങ്കര കേസാണ്. അവര് പെട്ടെന്ന് ഒരാളിനെ സ്ത്രീ പീഡനം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ അറസ്റ്റ് ചെയ്തൊന്നുമില്ല. പ്രത്യേകിച്ച് പ്രവാസികൾ, അവിടുത്തെ അറബി പെണ്ണുങ്ങൾ, അവിടുത്തെ ലോക്കൽസ്, ദുബായ് UAE നാഷണൽസ് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരിങ്ങനെ ആദ്യം ഇങ്ങനെ നോക്കും, ഇങ്ങനെ എവിടുത്തെയാ, ഏത് രാജ്യത്തെയാ, ആദ്യം ID കാർഡും കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് ഇന്ത്യൻ, പാകിസ്ഥാനി എന്നൊക്കെ പറയുമ്പോൾ ഓരോ രാജ്യത്തിനും ഓരോരോ പ്രത്യേകതയുണ്ട്. റഷ്യ, ചൈനീസ്, ഇങ്ങനെ ഓരോ രാജ്യക്കാര് ID കാർഡ് കൊടുക്കുമ്പോൾ, ഞാനിത് അവര് റേസിസ്റ്റാന്നൊന്നും പറയുന്നതല്ല, പക്ഷെ ഇത് ഒരു നല്ല കാര്യമാണ്. എല്ലാരെയും ഒരേപോലെ, ഇപ്പൊ വരുന്നവരെയൊക്കെ വാ 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 ഉടനെ വാ, കൂടു കംപ്ലൈന്റ് കൊടുക്കുക, പിടിക്കാവനെ പിടി എന്നും പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലാതെ അവരൊരു പണ്ടത്തെ ഒരു എന്തോ പറയട്ടെ, ഒരു പഴമയായിട്ടുള്ള ഒരു സമ്പ്രദായം ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പോൾ UAE നാഷണൽ ആണല്ലേ, അതുകൊണ്ട് വേറെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. UAE നാഷണൽസ് ഒരുപാട് ഫേക്ക് കേസുകൾ കൊടുക്കാറുണ്ട്. പക്ഷെ അവരങ്ങനെ കേസുകൾ കൊടുക്കാറുണ്ടെന്നുള്ള ഒരു സംസാരമുണ്ട്. പക്ഷെ അവരങ്ങനെ കേസുകളൊന്നും കൊടുക്കാറില്ല. UAE നാഷണൽസ് കാരണം അവരുടെ നാടാണല്ലോ, അവർക്ക് നാണക്കേടും കാര്യങ്ങളൊക്കെ ആണല്ലോ. പെണ്ണുങ്ങൾ അങ്ങനെ വന്ന് ചുമ്മാ കേസൊന്നും കൊടുക്കാറില്ല. ശരിയായിട്ടുള്ളതാണെങ്കിൽ അവരൊന്ന് കൊടുക്കാറുണ്ട്, ഉടനെ ആക്ഷനാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ ചെക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും, ഇപ്പൊ ചെക്ക് കേസൊക്കെ ഇവിടെ സാധാരണ അയ്യോ കാശില്ല സാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോയിട്ട് നാളെ വന്ന് പറയുമല്ലോ. അവിടെ അത് പറ്റില്ല. അവിടെ ഉടനെ പിടിച്ച് അകത്തിടും. അങ്ങനെ ഒരു സംഭവമാണ്. പക്ഷെ കാശ് പോക്കാ, കാശ് തിരിച്ചു കിട്ടത്തൊന്നുമില്ല, അകത്തിടും. അങ്ങനെ ഒരു ഇതുണ്ട്. 1 മാസം, പിന്നെ അത് കോടതി പോവും, ജഡ്ജി പറയും 1 മാസം കാശില്ലേ, ഞാൻ ഈ 2 മാസം ജയിലിൽ കിടക്കും. 2 മാസം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ കാശൊന്നും കൊടുക്കണ്ട. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇത് ഞാൻ ഈ കാശിന്റെ കാര്യത്തിലേക്കൊക്കെ പോയി. ഇപ്പൊ ഇതിന്റെ കാര്യത്തിലേക്ക് വരാം. സ്ത്രീ പീഡനം എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ റഷ്യനാണല്ലേ, റഷ്യക്കാരിയാണല്ലേ, ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ID കാർഡൊക്കെ മേടിച്ചു വെച്ച് എങ്ങനെ പിടിപ്പിച്ചു, എവിടെ പിടിപ്പിച്ചു, എങ്ങനെ എന്തൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ അവര് അതിനുള്ള തെളിവുകൾ ആദ്യം ശേഖരിക്കും. നമ്മുടെ നാടിനെ ഞാൻ കുറ്റം പറയല്ല, പക്ഷെ സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഒരുപാട് സ്ത്രീകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയവും ഇല്ലാതില്ല. കഴിഞ്ഞ കൊല്ലം മല്ലു ട്രാവലർ എന്ന് പറഞ്ഞ് കുറേ കീറിയതാണ്. പിന്നെ ഷിയാസ് കരീം എന്ന് പറഞ്ഞുകൊണ്ട് കീറിയതാണ്. പിന്നെ ഇപ്പോ മുകേഷ് സാറ്, അത് ഇത് മറ്റേ സിദ്ദീഖ്, ലാലേട്ടനെ കുറിച്ച് വന്നിട്ടില്ല. പിന്നെ കുറെ ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ തൊള്ള കീറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഉള്ളതാണോ എന്നൊരു ചോദ്യമുണ്ട്. അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾക്കെതിരെ സംസാരിക്കാന്ന് പറയും. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. പക്ഷെ സത്യമായിട്ട് തെളിയണ്ടേ? സ്ത്രീ ആയാലും പുരുഷനായാലും കള്ളം ഒരുപാട് ആൾക്കാർ ഒരുപാട് സാഹചര്യങ്ങളിൽ ഒരുപാട് രീതികളിൽ കള്ളം പറയുന്നു. അപ്പൊ അത് എല്ലാം സ്ത്രീ പറഞ്ഞുകൊണ്ട് എല്ലാം സത്യമാണ്. ഒരുപാട് ഫേക്ക് കേസസ് ഇന്ത്യയിൽ തന്നെ തെളിഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് കേസസ് ജഡ്ജിമാര് സ്ത്രീകളെ തെറി വിളിച്ച കേസുകളൊക്കെ ഉണ്ട്. നിങ്ങളിങ്ങനെ ചെയ്യരുത്, നിങ്ങളിങ്ങനെ അങ്ങനെ ആവരുത്, ഇങ്ങനെ ആവരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാണെങ്കിലും അതൊക്കെ കാലം തെളിയിക്കും എന്ന് വേണം പറയാൻ. ഈ നിവിൻ പോളിയുടെ കേസും അതുപോലെ തന്നെയാണ്. വെയിറ്റ് ആൻഡ് വാച്ച്. ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും. ഇത് സത്യമല്ല എന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ
എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. ഇപ്പം നാളെ ആർക്കെതിരെയും വരാം. ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്.